ഒരു വള്ളി പിടിക്കാൻ പോയിട്ട് അതിനേക്കാളും 10 ഇരട്ടി വലിപ്പമുള്ള വള്ളിയിൽ പിടിച്ചുകൊണ്ട് വന്ന ഒരു ടീമിൻ്റെ കഥ. ഈ സിനിമയെപ്പറ്റി ഏറ്റവും ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. കൊറിയൻ പോലീസിലെ നാർക്കോട്ടിക് ഡിറ്റക്റ്റീവ്സിൻ്റെ ഒരു ടീമാണ്. ഒരു പ്രത്യേകിച്ച് വലിയ കഴിവോ വലിയ അറിവോ ഒന്നുമില്ലാത്ത ഒരു നത്തിങ് ഫോർ ഗുഡ് ടീം. എല്ലാ മിഷനും പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന ഈ ടീമിന് അവരുടെ ചീഫ് ഒരു ഓഫർ വെക്കുന്നു. ഒരു മിഷനും കൂടി തരും. അത് ജയിച്ചാൽ നിങ്ങളുടെ കയ്യർ തിരിച്ചു കിട്ടും. ഇല്ലെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ പോവാം. മിഷൻ ഇതാണ്: ഒരു ഇൻ്റർനാഷണൽ ഡ്രഗ് ഗ്യാങ് ഇവിടെയുണ്ട്. അവരെ അണ്ടർ കവറായി സർവൈലൻസ് നടത്തുക, ശേഷം അവരെ പിടികൂടുക. വളരെ സിമ്പിളെന്ന് തോന്നിക്കാവുന്ന ഈ മിഷൻ ആദ്യമേ ഈ ടീം കയറി ഏൽക്കുന്നു. ഈ ഇൻ്റർനാഷണൽ ഡ്രഗ് ഗ്യാങ്ങിൻ്റെ ഹൈഡ് ഔട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ് വഴിയാണ് ഇവർ ആദ്യം സർവൈലൻസ് നടത്തുന്നത്. കാരണം ആ ഡ്രഗ് ഗ്യാങ്ങിലെ എല്ലാ ആൾക്കാരും ഫുഡ് കഴിക്കാൻ വരുന്നത് ഈ റെസ്റ്റോറൻറ്റിലാണ്. പക്ഷേ ഒരു ദിവസം ഈ ടീം അറിയുകയാണ് ഈ റെസ്റ്റോറൻറ്റ് ടീം കട പൂട്ടി പോവുകയാണ്. അങ്ങനെ പോയാൽ ഇവർക്ക് ഇത്ര ക്ലോസ് ആയി വാച്ച് ചെയ്യാൻ, അണ്ടർ കവറായിട്ട് സർവൈലൻസ് നടത്താൻ വേറൊരു വഴിയില്ല. അതിനായിട്ട് ആ ടീം ഒരു കാര്യം കണ്ടെത്തുന്നു: ആ റെസ്റ്റോറൻറ്റ് നമ്മൾ മേടിക്കുന്നു, അവിടെ നിന്ന് നമ്മൾ സർവൈലൻസ് നടത്തുന്നു. ഓക്കെ, വളരെ സിമ്പിളായ കാര്യം. അവരത് ചെയ്യുന്നു. താഴെ അവരുടെ റെസ്റ്റോറൻറ്റിൽ പുതുതായി സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു സർവൈലൻസ് സിസ്റ്റം നടത്തിക്കൊണ്ട് പോകുന്നു. കുറേ നാൾ പറ്റിച്ചും അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടൊക്കെ പോകുമ്പോൾ ഒരു ദിവസം കൂട്ടത്തോടെ ആ ഡ്രഗ് ഗ്യാങ്ങിലുള്ള ആൾക്കാർ ഫുഡ് കഴിക്കാനായിട്ട് ഈ ഹോട്ടലിലേക്ക് കയറി വരുന്നു. ഈ ഫുൾ സർവൈലൻസ് ടീം ഞെട്ടുന്നു. പെട്ടെന്ന് അവരുടെ ഐഡൻറ്റിറ്റി തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം അവരൊരു ചിക്കൻ ഡിഷ് ഉണ്ടാക്കുന്നു, അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇവരത് ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ട് പോകുന്നു. പക്ഷേ അവിടെ ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നു. ആ ചിക്കൻ ഡിഷ് പെട്ടെന്ന് പ്രശസ്തമാകുന്നു. അതായത് ആ കടയിലെ ചിക്കൻ ഡിഷ് കഴിക്കാനായി ഒരുപാട് പേർ ആ സ്ഥലം അന്വേഷിച്ച് വരുന്നു. അതിനെപ്പറ്റി ഒരുപാട് റിവ്യൂസ് ഒക്കെ ഇടുന്നു. അതോടെ ആ എൻ്റയർ അണ്ടർ കവർ സർവൈലൻസ് ടീം പെട്ടുപോവുകയാണ്. കാരണം ഈ പറഞ്ഞ ഫുഡ് കട്ട് ചെയ്ത് പൂർണ്ണമായും സർവൈലൻസിലോ അണ്ടർ കവറിലേക്കോ തിരിഞ്ഞാൽ ആ ഓപ്പോസിറ്റുള്ള ഡ്രഗ് ഗ്യാങ്ങിന് മനസ്സിലാവും പെട്ടെന്ന് എന്ത് സംഭവിച്ചു. അന്വേഷിച്ച് വരുമ്പം ഇവരെ പിടിക്കാനോ കൊല്ലാനോ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ കൃത്യമായി വരുന്ന എല്ലാ ആൾക്കാർക്കും ഫുഡ് വെച്ച് കൊടുത്ത് കൃത്യമായി സൽക്കരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ കഴിയുകയുമില്ല. എന്ത് ചെയ്യും? ആ പ്രശ്നത്തെ ആ പോലീസ് ടീം എങ്ങനെ നേരിടുന്നു, എങ്ങനെ അവസാനം ആ ഡ്രഗ് ഗ്യാങ്ങിനെ പിടിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ. പറഞ്ഞു വന്നത് 2022 കൊറിയയിലെ ഏറ്റവും വലിയ ഹിറ്റായ എക്സ്ട്രീം ജോബ് എന്ന സിനിമയെ പറ്റിയാണ്. ഒരു കിഡിലൻ ത്രില്ലർ സെറ്റപ്പിൽ കൊടൂര കോമഡി മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടാവും, അതാണ് എക്സ്ട്രീം ജോബ്. കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ആ ത്രില്ലിങ് എലമെൻസും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വമ്പൻ കോമഡി എലമെൻസും കിട്ടുന്നുണ്ട്. കാരണം ഇവർ ആദ്യം ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ചിക്കൻ പിന്നീട് റിക്രിയേറ്റ് ചെയ്യണം. അതും മാസ്സായിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുക്കണം. ഇവർ മുൻപ് ഈ പണി ചെയ്തിട്ടില്ല, ഇവർക്ക് ഇതിൻ്റെ അളവറിയില്ല, ഇതിൻ്റെ ക്വാളിറ്റിയാണെന്ന് ഒന്നും അറിയില്ല. പക്ഷേ അവർ ഈ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ശരിക്കും ശരിക്കും നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പുന്ന സീക്വൻസാണത്. ത്രില്ലർ പ്രേമികൾക്കും കോമഡി ഇഷ്ടമുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എന്തായാലും കണ്ടു നോക്ക്. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല.